പോയിട്ട് വന്നിട്ട് എനിക്ക് 100 കാപ്പി കുടിച്ചെന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടു തരും. അതാണ് ഞങ്ങളുടെ യാത്ര. പോയിട്ട് നല്ല യാത്ര. നമ്മളിവിടെ നിൽക്കുന്നതിനൊക്കെ നല്ല യാത്ര. വെള്ളത്തിന്റെ ഒരേ മാസം ഇന്ന രീതിയിൽ വരുന്നു. ഇപ്പൊ അധികം വെള്ളമൊന്നും ഇല്ല. കുടം മൂരം അവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കായലിൽ നടുക്ക് വന്നിട്ട് നമ്മുടെ വെള്ളമാണ്. വെള്ളം തീരുന്ന ദൂരം ആണ് സാമ്പ്രാണിക്കോടി ബോട്ട് ജെട്ടി. ഇവിടെ പഴയൊരു ബോട്ട് ജെട്ടി ഉണ്ടായിരുന്നു. അത് പൊളിച്ച് കളഞ്ഞതിന് ശേഷം പുതിയത് ഇപ്പോൾ പണി നടക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് കായലിൽ നടക്കേട്ട് പോകുന്ന ഒരു ബോട്ട് സർവീസിനടുത്ത് പോകുന്നത്. ഞാനിവിടെ വന്നത് ബൈക്കിലാണ്. അപ്പോൾ സ്വന്തം വാഹനത്തിൽ വരാതെ നമുക്ക് പ്രൈവറ്റ് ബസ്സിലൊക്കെ വരാൻ പറ്റും. അപ്പോൾ പ്രൈവറ്റ് ബസ് എപ്പോഴൊക്കെ ഉണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചോദിച്ചിട്ട് അറിയാൻ പറ്റും. ചേച്ചി ഇവിടെ വരണമെങ്കിൽ ഏത് ബസ്സിലാണ് കയറേണ്ടത്? പ്രാക്കുളം ബോർഡിൽ വണ്ടി കയറിയാൽ മതി. എല്ലാ വണ്ടി പ്രാക്കുളം ഇവിടെ വരും. ആ മുകളിൽ നടന്നു വരാം അല്ലേ? ടൗണിൽ നിന്ന് കിട്ടില്ല പ്രാക്കുളം. ഓക്കെ. ഇവിടെ നമുക്ക് എൻട്രൻസിന് തൊട്ട് മുമ്പായിട്ട് തന്നെ കുറച്ച് കച്ചവടക്കാരുണ്ട്. അപ്പോൾ ഇവിടെ കായലിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ഇടാൻ പറ്റിയ രീതിയിലുള്ള ഡ്രസ്സ്, അതെനിക്ക് ചെരുപ്പ്, പിന്നെ ഗ്ലാസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിലയും ഡീറ്റെയിൽസും ഒക്കെ കാണിച്ചു തരാം. 130 ഇതാണോ? കറുപ്പല്ലേ? ചെരുപ്പ് എത്രയാ? ഈ കായലിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് മുട്ടിന് മുകളിലായിട്ട് വരെയൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ അത്രയും ലെവലിൽ വെള്ളം നിൽക്കുന്ന സമയത്ത് നമുക്ക് പാൻറ്റൊക്കെ ചുരുട്ടി മുകളിലേക്ക് വെച്ച് നിരുതി കാര്യമൊന്നുമില്ല. നമ്മുടെ പാൻറ്റൊക്കെ നനയും. അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഒരു ഡ്രസ്സ് എടുത്തൊക്കെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ പുറത്ത് തന്നെ നമുക്ക് ഡ്രസ്സ് വാങ്ങാൻ കിട്ടും. പിന്നെ ഇവിടെ ഡ്രസ്സിങ് ചേഞ്ച് റൂമൊക്കെ ഉണ്ട്. അത് ആ ഒരു കാർ പാർക്കിംഗ് ഏരിയയുടെ അടുത്തായിട്ടാണ്. ഡ്രസ്സ് ചേഞ്ച് റൂമും ഉണ്ട്, പിന്നെ ഒരു ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. ഈ ബോട്ടിൽ 7 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. 7 പേര് തികയാതെ ഇവിടുന്ന് ബോട്ട് വിടില്ല. ഇപ്പം നമ്മൾ വരുന്നവർ 3-4 പേരുള്ളെങ്കിൽ പോലും ഇവിടെ വേറെ വരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 7 പേരായിട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ടുള്ളത് ഒരു 4-5 പേരാണ്, ബാക്കി 7 പേര് തികയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയായിട്ട് മാത്രം നിങ്ങൾക്ക് ആ ഒരു ബോട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ 7 പേർക്കുള്ള ടിക്കറ്റ് ചാർജ് അടച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ബോട്ടിൽ കയറി പോകാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. സാധാരണ ഇങ്ങനെയല്ല, നല്ല തിരക്കുള്ള സ്ഥലമാണ്. നമുക്ക് ആൾക്കാർ വരുന്നതിന് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ആൾ വരുന്ന ഒരു സ്ഥലമാണ്. ഇന്നിവിടെ കുറച്ച് തിരക്ക് കുറവുള്ള ദിവസമാണ്. ഇവിടെ നമുക്ക് 3 സ്ഥലങ്ങളിൽ നിന്ന് സാമ്പ്രാണിക്കോടിലേക്ക് പോകാൻ പറ്റും. ഇത് കൗണ്ടർ 1 ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും ബോട്ടിൽ പോകാനായിട്ട് കുറച്ച് ദൂരമുള്ള സ്ഥലമാണ് ഈ കാണുന്ന സാമ്പ്രാണിക്കോടി ബോട്ട് ജെട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സാമ്പ്രാണിക്കോടി ബോട്ട് ജെട്ടി എന്ന് സെർച്ച് ചെയ്യുമെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വരാനുള്ള മാപ്പ് കിട്ടും. നമുക്ക് പോകാനുള്ള ബോട്ട് റെഡിയാവുന്ന വരെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ സമയം വരുന്നത് രാവിലെ 9:30 തൊട്ട് വൈകുന്നേരം 4:30 വരെയാണ്. ലഞ്ച് ബ്രേക്കായിട്ട് 1:30 തൊട്ട് 1:45 വരെയുള്ള സമയമാണ്. ടിക്കറ്റ് ചാർജ് വരുന്നത് 150 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ബോർഡിൽ തന്നെ ജാക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് വേണം യാത്ര. നമ്മളിപ്പോഴീ പോകുന്ന അഷ്ടമുടി കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ കായലിലൊന്നാണ്. നമ്മൾ ബോട്ടിൽ നിന്ന് കായലിലേക്ക് ഇറങ്ങുമ്പോൾ നേരെ വെള്ളത്തിലേക്കല്ല ഇറങ്ങുന്നത്. ഇതേപോലുള്ള ഫ്ലോട്ടിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ കായലിലേക്ക് ഇറങ്ങി പോകുന്നത്. ശ്രദ്ധിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, സേഫായിട്ട് നമുക്ക് കായലിലേക്ക് ഇറങ്ങി പോകാൻ പറ്റും. നമ്മൾ തിരിച്ചു വരേണ്ട സമയം ഇവിടെ നമുക്ക് 1 മണിക്കൂർ സമയമാണുള്ളത്. ഇവിടെ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് മുട്ടിൻ്റെ അടുത്ത് വരെ വെള്ളമുള്ളൂ. വളരെ ആഴം കുറഞ്ഞൊരു സ്ഥലമാണ്.
ഇവിടെ 1 മണിക്കൂർ സമയമാണ് നമുക്ക് തന്നിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ഇവിടുന്ന് ഒരു വള്ളത്തിന് സർവീസ് ഉണ്ട്. അഷ്ടമുടി കായലിലെ കാഴ്ചകളൊക്കെ കണ്ട് തുരുത്തും അതേപോലെ കണ്ടൽ കാടുകളുടെ ഇടയിലൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റും. അരമണിക്കൂർ കൊണ്ട് 6 കിലോമീറ്ററോളം ദൂരമാണ് വള്ളത്തിലെ യാത്രയുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ വള്ളത്തിൽ കയറിയിട്ട് കണ്ടൽ കാടുകളുടെ ഇടയിലൂടെ യാത്ര ഇങ്ങനെ കൊണ്ട് നോക്കിയിട്ട് വരാൻ പോവാണ്. കോട്ടൊക്കെ ഉണ്ട്. 100 രൂപയുള്ളൊരു കോട്ട്, മഴക്കോട്ടുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ വിൽക്കാൻ. ഇതെന്ന് പറഞ്ഞാൽ യാത്ര കണ്ട് കറങ്ങി ഇവിടെ വന്ന് നിങ്ങൾ കണ്ട് ഇറങ്ങി ഇവിടെ കൊണ്ടിറക്കിയിട്ട് കാശ് മേടിക്കില്ല. ആദ്യം കാശ് മേടിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാശ്. അരമണിക്കൂറാണ്, 6 കിലോമീറ്റർ. കണ്ടൽക്കാടിനകത്തായി പോകുന്ന മൊത്തം ഒരാൾ 100 രൂപ. പോയി വന്നിട്ട് കാശ് പിടിക്കും. നിങ്ങൾ എത്ര പേര്? നിങ്ങൾ 6 പേരല്ലേ ഉള്ളൂ. കുഞ്ഞിന് പൈസ ഇല്ല. പോയി വന്നിട്ട് കാശ് പിടിക്കും. പോയിട്ട് വന്നിട്ടേ ഞാൻ ഈ മറ്റൊന്നും പറഞ്ഞില്ല. പോയിട്ട് വന്നിട്ട് എനിക്ക് 100 രൂപ കാപ്പി പിടിച്ചെന്നും പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. അതാണ് ഞങ്ങളുടെ യാത്ര. അതല്ലേ നമ്മൾ പോയി വന്നിട്ട് കാശ് പിടിക്കാം. ഈ വള്ളത്തിൽ കയറി പോയിട്ട് പോയല്ല. ഇതേ ഉള്ള ആഴം, ഈ പോകുന്ന ഇതേ ഉള്ള ആഴം, പോകുന്ന ആഴം കയറിക്കും. പോയിട്ട് നല്ല യാത്ര. നമ്മളിവിടെ നിൽക്കുന്നതിനൊക്കെ നല്ല യാത്ര. വെള്ളത്തിൽ ഇതിനെക്കാട്ട് നല്ലത് വള്ളത്തിൽ. എനിക്ക് മനസ്സിലായി നടന്നങ്ങോട്ട് ഫ്രണ്ട് ഇരിക്കണം പറഞ്ഞു. നിങ്ങളെ ഒരാൾ വേണം ഇവിടെ ഇരിക്കാം. ബാക്കിയുള്ള അങ്ങോട്ട്. എത്ര സമയമുണ്ട്? അരമണിക്കൂർ. ഇതിപ്പോൾ ഒരു അരമണിക്കൂറുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഏകദേശം അരമണിക്കൂർ കൊണ്ട് ഈ കായലൊക്കെ ഇറങ്ങി കണ്ടതിന് ശേഷം വള്ളം കയറിയ സ്ഥലത്ത് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇവിടെ സാമ്പ്രാണിക്കോടിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സാമ്പ്രാണിക്കോടി എന്ന് പറയുന്ന സ്ഥലം അഷ്ടമുടി കായലിലുള്ള സ്ഥലമാണ്. അഷ്ടമുടി കായൽ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും ആഴം കൂടിയ കായലിലൊന്നാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇങ്ങനെ കായലിൻ്റെ നടുക്ക് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇവിടെ ഡ്രഡ്ജ് ചെയ്ത മണ്ണ് കൊണ്ടിടുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കായൽ കുറേ ഭാഗം നികന്നു. പിന്നീട് ഇവിടെ കണ്ടൽക്കാടുകൾ ഉണ്ടായി. അങ്ങനെ കണ്ടൽക്കാടുകൾ ഉണ്ടായതിനു ശേഷമാണ് ഈ സ്ഥലം ഇത്രയും ഭംഗിയുള്ളതായി മാറിയത്. അതിനുശേഷം ആളുകളൊക്കെ വന്നു പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ടൂറിസ്റ്റ് പ്ലേസായി മാറിയത്. ഇതുണ്ടല്ലോ, മരത്തിൻ്റെ മുകളിൽ കയറിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു സ്ഥലമാണ്. ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയ ഉണ്ട്. എന്തൊക്കെ വെച്ച് കഴിക്കാമോ? സർബത്ത്, സോഡ നാരങ്ങ, ഗോലിസോഡ, മാങ്ങ, പൈനാപ്പിൾ, നെല്ലിക്ക. എല്ലാം 50 അല്ലേ? ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ രീതിയിലുള്ള കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. എവിടെ നോക്കിയാലും ഫോട്ടോ ഷൂട്ടിന് പറ്റിയ സ്പോട്ടുകളാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും വന്നിരുന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഐ ലവ് സാമ്പ്രാണിക്കോടി എന്ന രീതിയിൽ ഒരു ബോർഡ് വെച്ച സ്ഥലം. അതിൻ്റെ താഴെയായിട്ടൊരു ബെഞ്ചൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ചെയ്യാൻ പറ്റും. പൊതുവെ വെള്ളം പൊക്കമാണോ?
പെരുക്കമാണ്. അല്ലെങ്കിൽ ഇത്രയും വരത്തില്ലല്ലേ? രാവിലെ വെള്ളം പറ്റില്ലായിരുന്നു. വെള്ളമായിട്ട് ആഴ കുറവാണ്. ഇതെന്ന് പറയാൻ വേലിയേറ്റം വരുന്ന സമയത്ത് വരുന്ന സംഭവമാണ്. ഇതിങ്ങനെ ഓരോ മാസം വെച്ചാണോ അതോ ഓരോ? അങ്ങനെ ഈ തക്കമുണ്ട് ഇതിന് വെള്ളത്തിന്റെ. ഒരേ മാസം ഇന്ന രീതിയിൽ വരുന്നുണ്ട്. ഏറ്റവും പൊക്ക സമയം ഇതിപ്പോ അധികം വെള്ളമൊന്നും ഇല്ല. ഇത് ഓൾറെഡി ഇപ്പം വന്നെന്ന് ഇങ്ങനെ ഉള്ളത്. ഇത് രാവിലെ ഉണങ്ങിയിരുന്ന സ്ഥലം ഇതെല്ലാം. സമയം അനുസരിച്ച് സമയം മണിക്കൂർ ഈ തക്കം നീണ്ടു വരുന്ന കണക്ക്, ഏറ്റം വേലിയേറ്റം നീണ്ടു വരുന്ന കണക്ക് ഇരിക്കും. രാത്രി വെള്ളം പറ്റല്. ഇത് കുടംമോരാണ്. ഇതിനകത്ത് ഒരു തരി വെള്ളം ചേർക്കത്തില്ല. തൈര് മേടിച്ച് സോഡ മിക്സ് ചെയ്യും. തൈര് മേടിച്ച് അടിച്ചിട്ട് ഉപ്പ് പിന്നെ ഇഞ്ചി മാങ്ങ എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ പോകുന്ന സാധനം ഇതാണ് കുടംമോര്. 6 ഐറ്റം ചേർത്ത് നമ്മൾ കൊടുക്കും. ഇത് മറ്റേ പൈനാപ്പിൾ. ഇത് പൈനാപ്പിൾ എരിയുള്ള സംഭവമാണ്. നമ്മൾ എരിയിട്ട് കൊടുക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. മാങ്ങ ആയാലും ഇത് നമ്മൾ പച്ച മാങ്ങ ഓൾറെഡി മേടിക്കത്തില്ല. വിളഞ്ഞ മാങ്ങ നോക്കി മേടിച്ച് അന്നന്ന് ചിലവായി പോത്തേ ഉള്ളൂ. 50 രൂപ ഒരു പീസ്. ഒരു ഗ്ലാസ് 50 രൂപ. അതിൽ 6 പീസ് കാണും, ചിലപ്പോൾ 7 പീസ് കാണും. ഇത് സീസൺ ഔട്ടായി നിൽക്കുന്ന സമയമല്ലേ? ഒരാളില്ലാതെ ഇന്ന് ഒരാളുമില്ല. നമ്മൾ രാവിലെ ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിയാകുമ്പോൾ നമ്മളിവിടെ ക്ലോസ് ചെയ്ത് പോകത്തുള്ളൂ. അവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിവിടെ നിന്ന് ക്ലോസ് ചെയ്ത് പോകത്തുള്ളൂ. ആളില്ലെങ്കിൽ നമ്മൾ പോകും. ഇന്ന് പൊതുവെ മഴയായിട്ടായിരിക്കും. ഇന്നൊരു 50 ആള് കഷ്ടിച്ച് വന്നു. അത്രേ ഉള്ളൂ. ഈ സ്കൂള് തുറന്നു കഴിഞ്ഞാൽ വരാൻ മടിക്കും. പിള്ളേരുമായിട്ട് വരാനായാലും നമ്മളായാലും താല്പര്യപ്പെടുത്തുള്ളൂ. കുടംമോരാണല്ലേ? നമ്മൾ കുടംമോരൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകണം. കുടംമോര് വൃത്തിയാണ് മെയിനായിട്ട് വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് വിശ്വസിക്കാം. അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ചായ അങ്ങനെയൊന്നും ഇല്ലല്ലേ? ചായ വെക്കേഷൻ ടൈമിലല്ല ചായ ഉണ്ട്. നാരങ്ങ, ഉപ്പ്, ഇനി മാങ്ങാച്ചാറ്, ഇഞ്ചിയും പച്ചമുളകും കൂടെ അരച്ചത്, നെല്ലിക്ക. ഇതെല്ലാം കൂടെ ആടിയിട്ടാണോ കൊടുക്കുന്നത്? കുടംമോര് 50 രൂപ ക്ലാസ് ഇഷ്ടമുള്ള എടുക്കാം. കുടംമോരുണ്ട്, 6 ഐറ്റം ചേരുന്നതാണ്. ഇത് സോഡയാണല്ലേ? ഇവിടുന്ന് അവിടെ ഒരു കംപ്ലൈന്റ് വരുന്നില്ല. അത് ഫുൾ ഗ്യാരണ്ടി. ഞങ്ങളുടെ നമ്പർ വേറെ തിരിച്ച് മാങ്ങ, പൈനാപ്പിൾ, നെല്ലിക്ക, ഗോലിസോഡ, കുടംമോരൊക്കെ ഉണ്ട്. കുടംമോര് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കായലിൽ നടുക്ക് വന്നിട്ട് കഴിക്കാൻ പറ്റില്ല. അവിടെയും പോകാം അല്ലേ? അതിന്റെ പുറത്ത് പോവാം. ഇവിടുന്ന് ആഴമില്ല. ഇങ്ങനെ നടന്നു. ആഴം കുറവുള്ള സ്ഥലങ്ങളുണ്ട്. കുറവുള്ള സ്ഥലമാണ് ഇതെല്ലാം. വെള്ളം കിടക്കുന്നത് നമ്മുടെ വെള്ളമാണ്. വെള്ളം തീരുന്ന വീഡിയോ എടുക്കാം. തീരുന്ന ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കാം. നമ്മുടെ വെള്ളമാണ്. അത് ഓടത്തില്ല. നാളെ ഓടത്തില്ല. ഇവിടുന്ന് മേളിൽ കയറി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. കായലിൻ്റെ നടുക്കാണ് നമ്മൾ വന്ന സ്ഥലം. അതാണ് കണ്ടോ? അതാണ് സാമ്പ്രാണിക്കോടി ബോട്ട് കെട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ അവിടെ ഒരു റെഡ് ഫ്ലാഗ് ഉണ്ട് കേട്ടോ. ആ ഒരു കൊടി ഉണ്ടോ? ആ കൊടി ഇരിക്കുന്ന ആ ഒരു ഏരിയയിൽ വരെ പോകാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആഴമാണ്. ആഴം കൂടുതലാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോണേ. അത് കണ്ട ബൈപ്പാസാണ്. നമ്മുടെ കൊല്ലം ബൈപ്പാസ് ഇല്ലേ? അതാണ് കാണുന്നത്. അത് കുരീപ്പുഴ പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. കുറച്ച് സ്ഥലങ്ങൾ ആഴം കൂടുതലുണ്ട്. അങ്ങനെ പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ബാഗിലിട്ടുന്നു ആയിരിക്കും നല്ലത്. എൻ്റെ പാൻ്റെ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. വ്യൂ സൂപ്പറാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ആൾ കുറവാണ്. അപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സ്പോട്ടാണ്. ഈ മരങ്ങളൊക്കെ ഉണ്ട്. ആ മരങ്ങളിൽ കയറി ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ബാച്ച് വന്നിട്ട് പോവുകയാണ്. ദൈവമേ, ഞാൻ വന്ന ഫോട്ടാണല്ലോ. നമ്മുടെ കൂടെ വന്ന ടീംസ് ആയിരുന്നു. അവർ പോയി. എനിക്കിന് തിരിച്ചു പോകണം ഗൈസ്. ഈ വെള്ളം കണ്ടോ? ഈ വെള്ളത്തിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇച്ചിരി ആഴം കുറഞ്ഞ സ്ഥലമാണ്.
അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കോടി ഫുള്ള് കറങ്ങി കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ പറയാം. ഈ വീഡിയോ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൾ ചെയ്യണം.